ഇത് നമ്മുടെ ബുള്ളറ്റിൻ്റെ ക്യാം വീലാണ്. ഇതിനിപ്പം കുറച്ച് സർഫസ് റസ്റ്റ് ഉണ്ട്, കാണാമല്ലോ ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സർഫസ് റസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്. വേറൊന്നുമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വിനാഗിരി ഇല്ലേ, ഈ വിനാഗിരി നമ്മൾ ഒഴിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കൊണ്ട് ഇതിൽ റസ്റ്റ് കംപ്ലീറ്റ് മാറി കിട്ടും. അപ്പോൾ ഈ പാത്രത്തിലോട്ട് നമ്മൾ ഇത് വെക്കാൻ പോവാണ്. ഈ ക്യാം വീൽ രണ്ടും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുന്നു. ഇനി നമ്മൾ ഈ വിനാഗിരി എടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് മുഴുവനും ഇതിനകത്ത് മുങ്ങിക്കിടക്കണം. ഇത് മുങ്ങിക്കിടന്നാലേ അതിലേ തുരുമ്പ് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം ഇതിലെന്താ സംഭവിക്കുന്നത്. ഇപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരാഴ്ചയായി. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് മൊത്തം തുരുമ്പെല്ലാം എവിടെയെല്ലാം കാണുന്നുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആഹാ, ഇതാ തുരുമ്പൊക്കെ ഒഴുകി നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. തുരുമ്പാണ് ഈ കാണുന്നത്. നമ്മുടെ ക്യാം വീൽ ഇനി മുങ്ങിത്തപ്പി എടുക്കണം. ഇതിനെ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇത് തുരുമ്പെല്ലാം പോയിട്ടുണ്ട്, പക്ഷെ നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാം. ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ വിനാഗിരിയുടെ അവസ്ഥ കണ്ടോ. വിനാഗിരി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായി. തുരുമ്പെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ട് ബാക്കിയുള്ളത് നോക്കാം. നമ്മളിതൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴുകിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്നിട്ട് ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് ഭയങ്കരമായിട്ട് ക്ലീൻ ആയിപ്പോയി. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞതായിട്ട് തുരുമ്പൊക്കെ ചെറുതായിട്ട് അവിടെ ഇടുക കുറച്ച് കാണുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ഇച്ചിരി WD-40 കൂടെ അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് പെർഫെക്റ്റ് ആവും. നമ്മൾ ഇച്ചിരി WD-40 അടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഫൈനലി ഇതിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ള തുരുമ്പൊന്നും ഒരു വിഷയമല്ല. നമുക്കിത് വീണ്ടും ഇത് റീയൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ എന്തുമാത്രം ക്യാം വീൽസാണ് വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ക്യാം വീൽസ് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പുതിയത് വാങ്ങിച്ചിടേണ്ട ആവശ്യമില്ല, തേയ്മാനം ഇല്ലെങ്കിൽ. അപ്പോൾ ഈ പാത്രത്തിലോട്ട് നമ്മൾ ഇത് വെക്കാൻ പോവാണ്. ഈ ക്യാം വീൽ രണ്ടും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുന്നു. ഇപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരാഴ്ചയായി. അപ്പോൾ നമ്മുടെ ക്യാം വീൽ ഇനി മുങ്ങിത്തപ്പി എടുക്കണം. ഇതിനെ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതാണ് നമ്മുടെ വിനാഗിരിയുടെ പവർ. ഒരു വിനാഗിരിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും വിചാരിക്കുക. ക്ലീനാകുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ക്ലീനാകുമെന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ. ഇതങ്ങോട്ട് ഭയങ്കരമായിട്ട് ക്ലീനായിപ്പോയി.